ഞാൻ പ്രധാനമായിട്ട് തുടങ്ങിയത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള എൻ്റെ പഠനങ്ങൾ അതും ഈ പറഞ്ഞ പോലെ ഈ പിന്നെ കുടിയേറ്റത്തെക്കുറിച്ച് മൈഗ്രേഷനെക്കുറിച്ചുള്ള പഠനം പോലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള എൻ്റെ പഠനങ്ങളും അത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ഒക്കെ പബ്ലിഷ് ചെയ്തു. അതിനും വലിയ പ്രശസ്തി കിട്ടി. അവിടെ ഞാൻ മുന്നോട്ട് വെച്ചത് ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി ആണ്. അതായത് അന്ന് വരെ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഇന്നും കേരളത്തിൽ ആരോടെങ്കിലും ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വലിയ സാക്ഷരത എന്ന് ചോദിച്ചാൽ മിക്കവാറും ആദ്യത്തെ ഉത്തരം ഇതാണ്: ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു, അവർ ധാരാളം സ്കൂളുകൾ തുടങ്ങി, പാവപ്പെട്ടവർക്ക് സ്കൂളുകളിൽ പഠിക്കാൻ ഫീസ് ഇളവും ഒക്കെ കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വലിയ സാക്ഷരത. ഒരു ആൻസർ. രണ്ടാമത്തെ ആൻസർ, ഇവിടുത്തെ രാജാക്കന്മാർ, കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും ഒക്കെ ബെനവലൻ്റായിരുന്നു. അതായത് മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ള, അല്ലാതെ വലിയ ഏകാധിപതികളൊന്നും ആയിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ കൊടുക്കാനുള്ള തയ്യാറായിരുന്നു. ഇത് രണ്ടും ശരിയാണ്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും കാര്യമായ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കും. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഒരു കേരളത്തെ പോലുള്ള ഒരു പ്രദേശം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ തന്നെ 50-ലധികം ശതമാനം ലിറ്ററസി ഉണ്ട്. ഉടനെ തന്നെ അത് 60, 70, 80 ഒക്കെയായി വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസത്തോടുള്ള ജനങ്ങളുടെ താല്പര്യം വളരെ പ്രകടമാണ്. അപ്പോൾ ഇത് ഉണ്ടാകണം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു: ഈ ഗവൺമെൻറ് രാജാക്കന്മാർ താല്പര്യം എടുത്തുകൊണ്ടും പിന്നെ മിഷണറിമാർ, ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് പറയുമ്പോൾ എല്ലാ മിഷണറിമാരും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്ന് വെച്ചാൽ കാത്തലിക് മിഷണറിമാർ ഇതിനെതിരായിരുന്നു. അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊട്ടസ്റ്റൻ്റ് ഭാഷയാണ്, അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ഭാഷ പഠിക്കുന്നത് തെറ്റാണ്. പ്രൊട്ടസ്റ്റൻ്റ് ഭാഷയായ ഇംഗ്ലീഷ് പഠിച്ചാൽ 921 വരെ പറഞ്ഞു കുമ്പസാരിക്കണമായിരുന്നു. അതായത് കുമ്പസാരം എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ കത്തോലിക്കരുടെ ഇടയിൽ, അത് അച്ഛനോട് പറയണം ഞാനൊരു തെറ്റ് ചെയ്തു, ഞാനിങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു. പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാർ അവർ ഇംഗ്ലീഷുകാർ തന്നെയായിരുന്നു കൂടുതലും. അവരാണിത് സ്പ്രെഡ് ചെയ്തെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവർ എന്താ ചെയ്യുന്നത്? ഇവർ സ്കൂളുകളുണ്ടാക്കുന്നു, സപ്ലൈ ചെയ്യുന്നു. സ്കൂളിൻ്റെ സപ്ലൈ, എക്കണോമിക്സിൽ ഒരിടത്ത് സപ്ലൈ, അതിന് ഡിമാൻഡുണ്ടെങ്കിലേ സപ്ലൈക്ക് കാര്യമുള്ളൂ. ഈ സപ്ലൈ ചെയ്തതിന് കേരളത്തിൽ എന്തുകൊണ്ടോ ഡിമാൻഡുണ്ടായി, മറ്റുള്ള പ്രദേശങ്ങളിൽ ഡിമാൻഡ് ഉണ്ടായുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഡിമാൻഡുണ്ടായത്? അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും നമ്മുടെ സാമ്പത്തിക ചരിത്രത്തിലേക്ക് മാറിച്ചവിട്ടണം. സാമ്പത്തിക ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വളരെ കാലം മുൻപ് തന്നെ ഈ സ്പൈസസും പിന്നെ കുരുമുളകും അങ്ങനത്തെ ക്യാഷ് ക്രോപ്സ്, തേങ്ങ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിൽ പറ്റിയ സ്ഥലങ്ങളായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഈ ക്യാഷ് ക്രോപ്സ് കാര്യമായ രീതിയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനും പുറമെ ഈ മിഷണറിമാരും ബ്രിട്ടീഷുകാരും ഒക്കെ കൂടെ വന്ന് അവർ ഇവിടെ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പുതിയ ഒരു സമ്പ്രദായം ഇവിടെ ഏർപ്പെടുത്തി. അത് വലിയ എക്സ്റ്റെൻസീവായിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ കൃഷി ചെയ്യാം. അവർ കൃഷി ചെയ്ത സാധനങ്ങൾ ഒന്നും തിന്നാൻ പറ്റില്ല. തേയിലയാണെങ്കിൽ കുടിക്കാം, പിന്നെ കാപ്പിയും കുടിക്കാം, റബ്ബർ തിന്നാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വിറ്റ് കാശാക്കി ആ കാശ് കൊണ്ട്, ഇപ്പോൾ തേങ്ങ ആണെങ്കിലും അത് തന്നെയാണ്, തേങ്ങ തന്നെ തിന്നൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. തേങ്ങ വിറ്റ് കാശാക്കി. പിന്നെ തെങ്ങിൽ നിന്നുള്ള മറ്റ് പ്രൊഡക്ട്സ്, കള്ളായാലും പിന്നെ എണ്ണയായാലും ഇതൊക്കെ അത് പ്രോസസ്സ് ചെയ്ത്
അല്പം ഒരു പ്രൈമറി മാനുഫാക്ചറിങ് കൂടെ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൃഷി കേരളം മുഴുവനായി എന്നുവെച്ചാൽ ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ കണ്ട് കേരളത്തിലെ ആൾക്കാരും അത് കേരളത്തിലെ എല്ലാവരും അല്ല, കേരളത്തിൽ അതിന് കഴിവുള്ള ആൾക്കാർ അതിന് മുന്നോട്ട് വന്നു. അപ്പോൾ കേരളത്തിൽ പൊതുവെ ഈ ഒരു കൂട്ടം ആൾക്കാർ ക്യാഷ് ക്രോപ്പ് കൾട്ടിവേഷനിലും അതിൻ്റെ കച്ചവടത്തിലൂടെയും അത് 1940 ആകുമ്പോഴേക്കും തേങ്ങയും വിട്ട് നെല്ല് പോലും ക്യാഷ് ക്രോപ്പായി. അതായത് കുട്ടനാട്ടിലെ കായൽ കൃഷി മുരിക്കിനെ തിന്നാൻ വേണ്ടിയിട്ടല്ലല്ലോ കായൽ കൃഷി ചെയ്തത്. അവിടെ ഉണ്ടാക്കുന്ന നെല്ല് മറ്റുള്ള മാർക്കറ്റിൽ വിറ്റ് പൈസ ആക്കി സ്വന്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനത്തെ ഈ ക്യാഷ് ക്രോപ്പ് കൾട്ടിവേഷനിലൂടെ ഒരു മിഡിൽ ലെവലിലുള്ള ധാരാളം പേര് വൻകിട പണക്കാരായി. അതായത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരല്ല, നമ്പൂതിരിമാരും നായന്മാരും ഒന്നുമല്ല. സുറിയാനി ക്രിസ്ത്യാനികൾ, ഈഴവർ, പിന്നെ മുസ്ലിംസ്, ഇതിൽ ഏറ്റവും കൂടുതൽ സുറിയാനി ക്രിസ്ത്യാനികളാണ്. പിന്നെ ഈഴവരുടെ ഇടയിൽ ആലുമൂട്ടിൽ ചാന്നാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഭയങ്കര പ്രശസ്തരായിട്ടുള്ള സമ്പന്നന്മാർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബം, പറയി തരകന്മാരുടെ കുടുംബം, ഇതൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ പണം കുമിഞ്ഞുകൂടി. ഇവർക്കൊരു പേരിട്ടത് പ്രൊഫസർ KKN കുറുപ്പാണ്. KKN കുറുപ്പ് ഇവരെ നിയോ ഫ്യൂഡൽ ഗ്രൂപ്പ് എന്നുവെച്ചാൽ ഇവർ പഴയ ഫ്യൂഡൽ ഗ്രൂപ്പല്ല. പഴയ ഫ്യൂഡൽ നായരും നമ്പൂതിരിയൊക്കെയുള്ള നമ്പീശനുമൊക്കെയുള്ള നമ്പ്യാന്മാരും ഒക്കെയുള്ള ഉയർന്ന ജാതിക്കാർ. ഇത് ഉയർന്ന ജാതിക്കാരല്ലാത്ത മിഡിൽ ലെവലുകൾ. ഇവർക്ക് തൊട്ടുകൂടായ്മ അത്രയും ഇല്ല. എന്താ വെച്ചാൽ പിന്നെ ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ പറയുന്നത് കൈലാസ വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാലത് ശുദ്ധമാകും എന്നൊക്കെ ഉള്ള, എന്താണെന്ന് വെച്ചാൽ ഇയാൾ നിന്നാലേ ഉള്ളൂ ഇത് നമ്പൂതിരിക്ക് നെല്ല് പോലും ഊണ് പോലും കഴിക്കാൻ പറ്റുള്ളൂ. നെല്ല് പുലിയ സമുദായത്തിൽപ്പെട്ടവരാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മിഡിൽ ലെവലിലുണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് തന്നെ അതാണ്, തരകൻ. തരകൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കർ, ഇടയ്ക്ക് നിൽക്കുക, ഇത് വാങ്ങുക, വിൽക്കുക, അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള കഥകളുണ്ട്, പല കഥകളും ചില വാസ്തവങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 7 പള്ളികൾ പണിതു. പിന്നെ കൊച്ചി രാജാവിന് 24,000 രൂപ 24 മണിക്കൂറിനുള്ളിൽ വേണം വെച്ച് കോടതി കെട്ടി വയ്ക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ വലിയ ബോട്ട് തൈക്കാട്ടുശ്ശേരി എൻ്റെ കുടുംബത്തിലേക്ക് വിട്ടു. ഇവിടെ കാർന്നവരുടെ 24,000 രൂപ 1861 62 വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ 24,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ കണക്കിന് 2 കോടിയോ 3 കോടിയോ ഒക്കെ ആകുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ സാമ്പത്തിക വളർച്ച ഒരു കൂട്ടർക്ക് ഉണ്ടായി. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, എന്തിന് ഞങ്ങൾ ഈ നായരെയും നമ്പൂതിരിയെയും ബഹുമാനിക്കണം? അവരാൾക്കാണല്ലോ ഇപ്പോഴും പിന്നെ ആലുമൂട്ടി ചാന്നാരുടെ കഥ അറിയാമല്ലോ. അദ്ദേഹം കാറ് മേടിച്ച് തിരുവനന്തപുരത്തിന് പോകുമ്പം മാവേലിക്കര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇറങ്ങി അയിത്ത വഴി പോകണമെന്ന് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോട് തന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ അപമാനം സഹിക്കുക ഇങ്ങനത്തെ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസാണ്. ഇത് മാറണം. ഞങ്ങളും ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺസ്. അതിനെന്താ മാർഗം? അന്നത്തെ സ്ഥിതിക്ക് ബ്രിട്ടീഷുകാരുടെ അധികാരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യ മുഴുവൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. അവരുടെ രീതികളൊക്കെ അക്സെപ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ലാതായി. അവരുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇല്ലെങ്കിൽ ആധുനിക, അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷ് രീതിയിൽ പഠിപ്പിക്കുന്ന സ്കൂളുകൾ. അപ്പോൾ അത്തരം സ്കൂളുകളിൽ പോയി പഠിച്ച് പാസ്സായാൽ നിങ്ങൾക്ക്
ഒരു പോലീസ് കോൺസ്റ്റബിളാകാം, ഒരു വക്കീലാകാം, ക്ലർക്കാകാം, ഈ എസ്റ്റേറ്റിലെ റൈറ്ററാകാം, ഇതൊക്കെ പറ്റും. അത് ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും സാധിക്കും. പക്ഷേ ജാതിയിലെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്നാലും ഏതാണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വലിയൊരു ഡിമാൻഡ് വന്നു. അപ്പോൾ സ്കൂളുകൾ തുടങ്ങണം എന്ന് ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം വരികയും ഈ പണക്കാർ തന്നെ സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു. നിധിയിരിക്കൽ മാണിക്കത്തനാർ എന്നറിയപ്പെടുന്ന സോഷ്യൽ റിഫോമർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ സ്വന്തം വീട്ടിൽ തന്നെ ഒരു ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങി കുറവിലങ്ങാട്ട്. പിന്നെ എൻ്റെ ഉപ്പാപ്പന്മാർ ഇവിടെ SMSD ഹൈസ്കൂൾ തുടങ്ങി. ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുടുംബക്കാർ തുടങ്ങിയ സ്കൂളാണ്. എഴുവിന്നേൽ സെയിൻറ്റ് റാഫേൽ സ്കൂൾ തുടങ്ങി. ഇങ്ങനെ എല്ലായിടത്തും നാട്ടിലെ പ്രമാണിമാർ ഒക്കെ സ്കൂളുകൾ തുടങ്ങി. അപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു. ഡിമാൻഡ് വർദ്ധിച്ചത് എവിടെ നിന്നാണ്? ഈ ക്യാഷ് ക്രോപ്പ് അപ്പോൾ ക്യാഷ് ക്രോപ്പ് കൾട്ടിവേഷനിലൂടെ വളർന്നു വന്ന ഒരു നിയോ ഫ്യൂഡൽ ഗ്രൂപ്പ്, അവർ ആ പണം ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല, അവർ വിദ്യാഭ്യാസം നടക്കണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം സമൂഹത്തിൽ വേറെ ചില മാറ്റങ്ങളും കൂടെ ഉണ്ടാകണം. അന്ന് ഈ ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ സമുദായത്തിലും ഈഴവരായാലും ഈഴവരുടെ കൂട്ടത്തിലെ തന്നെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു. നായന്മാരുടെ കൂട്ടത്തിൽ തന്നെ 104 നായന്മാരുടെ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് സെൻസസ് പറയുന്നത്. പിന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറയാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ബഹളമൊക്കെ ആയിട്ട് അവർ പല ഗ്രൂപ്പുകൾ. ഇതൊക്കെ മാറ്റി റിച്വൽ സൈഡിൽ തന്നെ ഒരു റിഫോം വേണം, സോഷ്യൽ റിഫോമും വേണം. എന്നുവെച്ചാൽ ഇവരിൽ ഒരു ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കഥ നമുക്കറിയാവുന്നതാണ്. വഴി നടക്കാൻ പോലുമുള്ള അനുവാദം കൊച്ചിയിൽ രാംദാസ് എഴുതിയതുപോലെ ഒരു മീറ്റിംഗ് കൂടാൻ പോലും പറ്റില്ല അവർക്ക്, വള്ളത്തിലാണ് മീറ്റിംഗ് കൂടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് മാറ്റിക്കിട്ടാൻ ഇവരോരോരുത്തരും സ്വന്തമായിട്ട് ഒരു സംഘടന തുടങ്ങി. നമ്മൾ ഈ സംഘടനകളുടെ കണക്കെടുത്ത് നോക്കിയാൽ എല്ലാ സംഘടനകളിലും ഒരു മത സ്വഭാവമുള്ള ഒരു നേതാവ്, ശ്രീനാരായണ ഗുരു. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ തൊട്ട് കൂടെ തന്നെ ഡോക്ടർ പൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രസ്റ്റീജ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ആലുമൂട്ടി ചാന്നാന്മാർ, അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കത്തോലിക്കരുടെ ഇടയിൽ നിധിയിരിക്കൽ മാണിക്കത്തനാർ നേതാവായിട്ട്, അദ്ദേഹത്തിൻ്റെ തൊട്ടു പുറകിൽ പാറായിൽ വർക്കി അവിലത്തറയൻ, മുമ്പും നമ്മൾ കാണിച്ച പടം. പിന്നെ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ ദിവാനിയോസ് മെത്രാപ്പോലീത്ത, അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഇങ്ങനെ ഇല്ലാത്ത 1-2 ഗ്രൂപ്പുകളുണ്ട്. അതായത് അയ്യങ്കാളിക്ക് ഇങ്ങനെയൊരു ആദ്യം സദാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി കുറച്ച് നാൾ പക്ഷേ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. സ്വന്തം അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്ന അപ്പച്ചൻ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ. പിന്നെ മുസ്ലിം വിഭാഗത്തിലും നമ്മുടെ വൈക്കം മൗലവി, അദ്ദേഹം ഒരേ സമയം ഒരു നാട്ടിലെ പ്രമാണിയും പിന്നെ മതപണ്ഡിതനും കൂടിയായിരുന്നു. അപ്പം ഇങ്ങനെ ഈ മതപണ്ഡിതന്മാർ മാത്രമായിട്ടല്ല, അവരുടെ വർക്കിൻ്റെ പുറകിൽ ഇവർ സാമ്പത്തികമായ ഇതോടുകൂടി സമൂഹത്തിൽ പൊതുവെ ഈ മാറ്റം 1924 വരെ വളരെ വളരെ സ്ലോ ആയിരുന്നു. പല കാര്യങ്ങളിൽ മഹാത്മാഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റാത്ത നമ്പൂതിരി
നമുക്കറിയാവുന്നതാണ്. അത് 24. പക്ഷേ 24 കഴിഞ്ഞിട്ട് നോക്കിയാലുണ്ടല്ലോ, പെട്ടെന്ന് എന്തോ ഒരു മാറ്റമുണ്ട്. 930 ആകുമ്പോൾ ഈ സംഘടനകളൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ്റെ സ്ഥാപനം ഇതായാലും, പിന്നെ ഡോക്ടർ അരയൻ്റെ മൂവ്മെൻ്റായാലും, എന്തിന് ഏറ്റവും മുകളിലുള്ള നമ്പൂതിരിമാർ തുടങ്ങിയ യോഗക്ഷേമ സഭ വരെ പെട്ടെന്ന് അതിന് ആൾക്കാരെ അംഗങ്ങൾ കൂടുകയും ഇതൊരു മാസ് മൂവ്മെൻ്റായിട്ട് ഇത് മാറുന്നതായിട്ട് കാണുകയും ചെയ്യും. പക്ഷേ ഇവരുടെ ഡിമാൻഡുകൾ വ്യക്തമായിട്ടും നമുക്ക് റെക്കോർഡുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എഡ്യൂക്കേഷൻ ഡെമോക്രറ്റൈസ് ചെയ്യുക, വിദ്യാഭ്യാസം അത് ജനാധിപത്യവൽക്കരിക്കുക. അതായത് പണമുള്ളവന് മാത്രമായിട്ട് ഇത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ 950കളിലെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം. വലിയ പണക്കാരായതുകൊണ്ട് മാത്രമൊന്നുമല്ല പലർക്കും എൻജിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിക്കാൻ പറ്റിയത്. മിഡിൽ ലെവലിലുള്ളവർക്കൊക്കെ, ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. അങ്ങനെയുള്ളവർക്കും രംഗത്ത് വരാനും പിന്നെ വിദ്യാഭ്യാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക ശേഷി വേണം. സാമ്പത്തിക ശേഷി വേണമെന്നുണ്ടെങ്കിൽ ഭൂ ഉടമസ്ഥതയിലും മാറ്റം വേണം. ഭൂ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പഴയ സിസ്റ്റം നമുക്കറിയാമല്ലോ. ജന്മി, അതിൻ്റെ താഴെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു പള്ളി പണിയാൻ പാറായി തരാൻ സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ അങ്ങേർക്കും കൊടുക്കാൻ അധികാരമില്ല. അദ്ദേഹത്തിന് പിന്നെ പെരുമ്പടപ്പ് മൂപ്പിന്നിൻ്റെ അനുവാദം വേണം. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ ഞങ്ങളുടെ കുടുംബം ആണെങ്കിൽ നമ്മുടെ പടുതോൾമന അന്ന് 10-26 ഗ്രാമങ്ങൾ ഓൺ ചെയ്യുന്ന കൊച്ചി രാജാവിൻ്റെ കുടുംബത്തിലെ കൂട്ടിരിപ്പുകാരനാണ്. രാത്രിയിൽ ഇരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ശമ്പളം ഉണ്ടായാലും, ശമ്പളവും വലിയ പണക്കാരനാണ്. അപ്പോൾ വലിയ ഭൂവുടമയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടക്കാരാണ് ഞങ്ങൾ, അതായത് ഓണേഴ്സ് അല്ല. അപ്പോൾ ഈ പറയുന്ന ഈ പാട്ടവ്യവസ്ഥിതിയിൽ കാര്യമായ മാറ്റം വരണം. അപ്പോൾ പാട്ടവ്യവസ്ഥിതി മാറ്റുക, പിന്നെ അതായത് വിദ്യാഭ്യാസം, പിന്നെ കേരളം 3 ഡിവൈഡ് ചെയ്യാൻ യാതൊരു അർത്ഥമില്ല. മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ഐക്യ കേരളം. അപ്പോൾ ഐക്യ കേരളം, ഡെമോക്രറ്റൈസിങ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലാൻഡ് റിഫോംസ്, ഇത് മൂന്നും ജനങ്ങളുടെ ഇടയിൽ അത് വളരെ പെട്ടെന്നാണ്. 930-നും 950-നും ഇടയ്ക്കാണ് ഇതിന് ഇത്ര വലിയ സപ്പോർട്ട് കേരളത്തിൽ ലഭ്യമാകുക. പിന്നെ ഇത് കൂടാതെ ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇറക്കിയ നയരൂപീകരണ ഒരു ലേഖയിൽ EMS നമ്പൂതിരിപ്പാട് പിന്നെ പഞ്ചായത്ത് രാജിനെക്കുറിച്ചും ഡീസെൻട്രലൈസേഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ്: നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജനാധിപത്യമാണ്. എന്നുവെച്ചാൽ പ്രസിഡൻറ്റിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റിൻ്റെയും ക്യാബിനറ്റിൻ്റെയും അപ്രൂവൽ വേണം. സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഗവർണർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അപ്രൂവൽ അസംബ്ലിയുടെ വേണം. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ളതോ മൂന്നാമത്തെ ഘടകമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കളക്ടറുടെ. ഇത്രയും വലിയൊരു സർവാധിപതി, ഇത്രയും വലിയൊരു ഏകാധിപതി ലോകത്തൊരിടത്തുമില്ല. ഒരു കളക്ടർ വിചാരിക്കാതെ ഒരു ഏരിയയിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. 184 എണ്ണിയതാണ്. ഇപ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്ത് കാണും. 184 കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ 184 കമ്മിറ്റിയുടെ ചെയർമാന്
എല്ലാ കമ്മിറ്റിയിലും കൂടാൻ പറ്റുമോ? അയാൾ ആരെങ്കിലും ഒരാളെ വിടും, അവൻ പോയി തീരുമാനിക്കും. അയാളുടെ ചോദ്യത്തിന് അയാൾക്ക് അനുവാദം മേടിക്കേണ്ടത് മോളിൽ നിന്ന് മേടിച്ചാൽ മതി. താഴെയുള്ളവരോട് ഒരു ഉത്തരവാദിത്വവും കളക്ടർക്കില്ല. പിന്നെ അങ്ങോട്ട് താഴോട്ട് അങ്ങനെയാണ്. തഹസീൽദാരായാലും വില്ലേജ് ഓഫീസറായാലും എല്ലാം വളരെ ഏകാധിപത്യ സ്വഭാവം ഇപ്പോഴും അത് തന്നെയാണ്. ഇത് മാറണം. ഇതായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, ഈ രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷനിൽ. ഇത് നാലാമത്തെ ഡിമാൻഡ് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത്ര പ്രചാരത്തിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒന്നും. പക്ഷേ മറ്റത് മൂന്നും വളരെ ശക്തമായിരുന്നു. 57 ഇടതുപക്ഷം അധികാരത്തിൽ വരികയും ചെയ്തു. അന്നത്തെ ഗവൺമെൻറ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ല ക്യാബിനറ്റ് അതായിരുന്നു. അതിനേക്കാൾ നല്ലൊരു ക്യാബിനറ്റ് പിന്നെ നമുക്കുണ്ടായിട്ടില്ല. ഓരോ വിഷയത്തിലും അങ്ങേയറ്റം അറിവും പരിചയവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു ഭരിക്കാൻ വന്നത്. ആ ഗവൺമെൻറ്റിനെ തോൽപ്പിക്കേണ്ടത് പഴയ ശക്തികൾക്കൊരാവശ്യമായിരുന്നു. അവർക്കത് അതിന് വേണ്ടിയിട്ട് അവർ പല പരിപാടികൾ തുടങ്ങി. അത് ഇപ്പോൾ തോമസ് ഐസക്കും ഫ്രാങ്കിയും കൂടെയുള്ളൊരു ബുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടത്. പിന്നെ മന്ത്ലി റിവ്യൂക്കാരാണ് പബ്ലിഷ് ചെയ്തത്, കാരണം വലിയ വിലയാണ്. ആ പുസ്തകത്തിൽ ഇപ്പോൾ CIA എല്ലാ റെക്കോർഡുകളും അവർ പുറത്തു വിടുന്നുണ്ട്. അതിനകത്ത് വളരെ വ്യക്തമാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയേ പറ്റുള്ളൂ എന്ന് ആരാ തീരുമാനിക്കുക? അമേരിക്കൻ ഗവൺമെൻറ്. അപ്പോൾ അന്നത്തെ ഇമ്പീരിയലിസ്റ്റ് സമൂഹത്തിൻ്റെ, അന്ന് ഇമ്പീരിയലിസം ആണല്ലോ ഒരു വശത്ത്, പിന്നെ അമേരിക്കൻ ഐക്യനാടുകളും മറുവശത്ത് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള വഴക്ക്. അതിൻ്റെ ഉള്ളിൽപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിന് 2 കൊല്ലം ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടുകൂടി ആ ഗവൺമെൻറ് താഴെപ്പോയി. ഇത് താഴെപ്പോയി എന്നുള്ളത് മാത്രമല്ല, പിന്നെ ഏതാണ്ട് 10 കൊല്ലത്തോളം, ശരിക്കും പറഞ്ഞാൽ 8.5 കൊല്ലത്തേക്ക് ഇവരെ അധികാരത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു കാലം ഉണ്ടായത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. വേറെ ആരെയും അങ്ങോട്ട് 65 ഇലക്ഷൻ നടത്തി ഏറ്റവും കൂടുതൽ സീറ്റ് CPM-ന് കിട്ടിയെങ്കിലും അവർക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാൻ അനുവാദം കിട്ടിയില്ല. അതിനും പുറമെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നല്ലോ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുൻപന്തിയിൽ നിന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ 3ആയി ഡിവൈഡ് ചെയ്തു. ഒന്ന് CPI, CPM, CPML. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അല്പം ഒരു പിന്നെ പുറകോട്ട് അവരുടെ പഴയ പൊസിഷൻ. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി, അതായത് EMS നമ്പൂതിരിപ്പാടിനും മറ്റു നേതാക്കന്മാർക്കും മനസ്സിലായി കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയാണ് നല്ലത്. അവരൊരു മുന്നണി ഉണ്ടാക്കി, PSPയും മുസ്ലിം ലീഗും ഒക്കെ ആയിട്ട് മുന്നണി ഉണ്ടാക്കിയാണല്ലോ മനസ്സിലായി. അതുപോലൊരു മുന്നണി നമ്മളും ഉണ്ടാക്കണം. അങ്ങനെയാണ് 7 കക്ഷി മുന്നണി. പക്ഷെ ആ മുന്നണിയിൽ മുസ്ലിം ലീഗ് മെമ്പറായി. മുസ്ലിം ലീഗ് ഈ ഭൂപരിഷ്കരണത്തിനെതിരായിരുന്നു. പക്ഷെ അവരെയും കൂടെ കൂട്ടിയാണ് മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണി 67 അധികാരത്തിൽ വന്ന് അവർ വന്നപ്പോൾ പോലും പഴയ ഭൂപരിഷ്കരണത്തിൻ്റെ എല്ലാ ക്ലോസുകളും തിരികെ കൊണ്ടുവരാൻ ആ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. ഇതിൽ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ലാൻഡ് ബോർഡും ലാൻഡ് ട്രിബ്യൂണലും. ഈ ലാൻഡ് ബോർഡും ലാൻഡ് ട്രിബ്യൂണലും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളുണ്ട്. ലാൻഡ് ബോർഡിൽ പിന്നെ അസംബ്ലി തിരഞ്ഞെടുക്കുന്ന ഒരാൾ, ലാൻഡ് ട്രിബ്യൂണലുകളിൽ ഓരോ പഞ്ചായത്തുകൾ തിരഞ്ഞെടുക്കുന്ന ആൾ. അപ്പോൾ ഇവർ 2 പേരും വന്നപ്പോൾ
ഇതിനെയാണ് വിമോചന സമരക്കാർ ഏറ്റവും കൂടുതൽ എതിർത്തത്. അവരുപയോഗിച്ച വാക്ക് ഇപ്പോഴും പത്രങ്ങളിലുള്ളത് നമ്മളിലുണ്ട്. കണ്ട അന്ധനും അടകോടനും, അതായത് എൻ്റെ ഭൂമിയിൽ കുടികിടപ്പുകാരനായിട്ടിരിക്കുന്ന ആള് ആ ഭൂമി ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ആ സിറ്റുവേഷൻ പറ്റുകയില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. ആ ക്ലോസാണ് പ്രസിഡൻറ്റ് തള്ളിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വർഗ സ്വഭാവം വളരെ വ്യക്തമായിരുന്നു. ഈ കൂട്ടരെ തീരുമാനമേ ഗവൺമെൻറ് വേണേൽ തീരുമാനിച്ചോ, ഇല്ലെങ്കിൽ ജഡ്ജിമാർ തീരുമാനിച്ചോ, പക്ഷേ ഈ അണ്ടനും അടവോടനും ഇത് തീരുമാനിക്കരുത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളും വളരെ ലിമിറ്റഡായി. അതിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ്. കോമ്പറ്റിറ്റീവ് വെൽഫെയറിസം, അതായത് ഇടതുപക്ഷം ഗവൺമെൻറ് വരും, അവർ പറയും 3 രൂപയ്ക്ക് 1 കിലോ അരി തരാം. പിറ്റേ ഇലക്ഷന് UDF അധികാരത്തിൽ വരും, അവർ പറയും 3 രൂപ വേണ്ട 2 രൂപ മതി. പിന്നത്തെ ഇലക്ഷൻ വരുമ്പം മറ്റേ ഇടതുപക്ഷം പിന്നെ പറയും 1 രൂപ മതി. ഇങ്ങനെ ഈ വെൽഫെയർ സർവീസ് എല്ലാ കാര്യത്തിലും വെൽഫെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിലൂടെയാണ്. അതിനൊരു മാറ്റം വന്നത് ഈ ഇപ്പോഴത്തെ ഈ പിന്നെ നമ്മുടെ പിണറായി വിജയൻ 2ാമത് ഇലക്ഷൻ ജയിച്ചതോടുകൂടിയാണ്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഈ പറഞ്ഞ കഥ തന്നെയാണ് എൻ്റെ ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പിന്നെ KN രാജിൻ്റെ കൂടെ തന്നെ KN രാജ് എൻ്റെ കൂടെ കോ-ഓതറാകുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. രാജിൻ്റെ കൂടെ തന്നെയാണ് ലാൻഡ് റിഫോംസിനെ കുറിച്ചുള്ള സ്റ്റഡി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു പബ്ലിക്കേഷനിൽ, പിന്നെ മറ്റ് പ്രസിദ്ധമായിട്ടുള്ള മാസികകളിലും ജേർണലുകളിലും ഒക്കെ. പിന്നെ ഞാൻ ഇത് തന്നെ മലയാളത്തിൽ നമ്മുടെ ലോക്കൽ മാസികകളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്.